ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നുള്ളത് പറശ്ശിനിക്കടവാണ്. അവിടെ നല്ല തിരക്കാട്ടോ. അതുകൊണ്ട് വണ്ടി മേലെ നിർത്തിയിട്ട് ഞങ്ങൾ താഴത്തെ സ്റ്റെപ്പ് വഴിയാട്ടോ ഇറങ്ങി വന്നത്. ഇവിടെ ഇപ്പോൾ ഒന്നാമത് വെക്കേഷൻ്റെ ടൈമൊക്കെ അതിനെ കൊണ്ട് നല്ല തിരക്കാട്ടോ. വണ്ടിയൊന്നും വെക്കാനൊന്നും സ്ഥലമൊന്നുമില്ല. ഇത് കണ്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ ഒന്നാമത് വെക്കേഷൻ ടൈം, പിന്നെ സൺഡേ ആണ് കേട്ടോ. ഉണ്ടോ, നല്ല തിരക്ക്. അപ്പോൾ ഞങ്ങൾ വേഗം തൊഴുത്ത് കേട്ടോ. മുത്തപ്പനൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. അപ്പോൾ അവിടുന്ന് വേഗം എന്താക്കി തൊഴുതിറങ്ങി കേട്ടോ. അടുത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കള്ള് ഷാപ്പിലേക്കാട്ടോ പോകുന്നത്. ഇത് എല്ലാവർക്കും കണ്ട് പരിചയം ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഒരുവിധം വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട്. ഫേമസ് ആയൊരു കള്ള് ഷാപ്പാട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് കുറച്ച് പോയാൽ മതി അങ്ങോട്ടേക്ക്. അപ്പോൾ അവിടെ നല്ല ഫുഡ് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് അവിടുത്തെ ഫുഡിനൊക്കെ. അപ്പോൾ എന്താക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഞാനും സനുവേട്ടനും പിന്നെ ചിമ്പു കേട്ടോ. ഇതാണ് ചേച്ചീൻ്റെ മോളാണ് ഇത്. അപ്പോൾ അവൾ വെക്കേഷന് നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ പുലർച്ചയ്ക്ക് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. തൊഴുതിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേഗം അങ്ങോട്ട് പോവാം കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ ഷാപ്പിലേക്ക്. അതങ്ങോട്ടേക്ക് പോകുന്ന വഴിയാട്ടോ. വണ്ടി സൈഡിൽ നിർത്തിയിട്ട് വേണം കേട്ടോ നടക്കാൻ. ഇതാണ് ഞങ്ങളെ സ്പോട്ട്. കണ്ടോ, ഇവിടെ മൊത്തം അധികവും ഫാമിലീസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങളൊരു സ്ഥലത്ത് പോയിരുന്നു കേട്ടോ. നല്ല തിരക്കാട്ടോ, എല്ലാത്തിലും ആൾക്കാരാണ്. നല്ല ഫുഡാണ്. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം കള്ളൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. ഒരു ബോട്ടിൽ വാങ്ങി. അത് ഞാനും അച്ഛനും സനുവേട്ടനും കൂടി കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മ പിന്നെ അതൊന്നും കഴിക്കില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു പെറ്റ് സ്റ്റേഷനിലേക്കാട്ടോ വന്നത്. അതിൻ്റെ അടുത്ത് നിന്നേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് വന്നു. അപ്പോൾ അത് ഓപ്പൺ ആവാൻ തന്നെ ഏകദേശം ഒരു 11 മണിയാവും കേട്ടോ. അതുവരെ എന്താക്കി ബീച്ചിലൊക്കെ കളിച്ച് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ആയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉള്ളിലുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതിലെടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്നിട്ട് നല്ല ചൂടൊക്കെ അതിനെ കൊണ്ടുണ്ടാക്കി വേഗം തന്നെ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീടെത്താനായപ്പോഴത്തേക്കും നല്ല മഴയാട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ